CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കന്യാകുമാരി ഭാഗത്തുണ്ടെങ്കിൽ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് മഞ്ഞ ആ ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആ കുട്ടി ആ സമയത്തുണ്ടായിരുന്ന പോകുന്ന സമയത്ത് ധരിച്ചിരുന്നു, എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് അതേ ഡ്രസ്സിൽ ഇറങ്ങി പോകുമായിരുന്നു തോന്നുന്നു. അതെ, ഒരു ചുവന്ന വള്ളിച്ചെരുപ്പമാണ് ഇട്ടിരിക്കുന്നത്. ഈ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഉടുപ്പ് കാണുക, അത് ഒരു ഓഫ് വൈറ്റ് ആണ്. താഴെ ഒരു പിങ്ക് കളർ പാന്റുമുണ്ട്, ഒപ്പം ഒരു ബാഗ്, നീല നിറത്തിലുള്ള ഒരു ബാഗും ആ കുഞ്ഞിന്റെ കയ്യിലുണ്ട്. ഒരു ചുവന്ന വള്ളിച്ചെരുപ്പാണ്. തീർച്ചയായിട്ടും ചിത്രങ്ങളാണ് എപ്പോഴും ഇത്തരത്തിൽ മിസ്സിംഗ് കേസുകൾ നിർണായകമാവുക. അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി കാർഡുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനം CCTV ദൃശ്യങ്ങൾ കൂടിയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, അതിനുശേഷം പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നുണ്ടാകാം പോലീസ്. അയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ഒപ്പം അവിടെയുള്ള പരിസരത്തുള്ള കടകളിലൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കും. എന്തായാലും ഏറ്റവും വലിയ ആശ്വാസം കന്യാകുമാരി വരെ അവിടെ ട്രെയിനിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഇടയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം വളരെ വേഗത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും. കുട്ടിയുടെ അരികിലേക്ക് പോലീസ് എത്തുന്നു ഈ നിമിഷത്തിൽ എന്ന പ്രധാനപ്പെട്ട കാര്യം, ആശ്വാസകരമായ വാർത്തയാണ്. പ്രേക്ഷകരുമായി ഇങ്ങോട്ട് നടന്നു പോകുമായിരുന്നോ കുട്ടി? അവര് ബീച്ച് സൈഡിലേക്ക് അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ കയ്യിൽ ബാഗ് കിട്ടിയ ഉണ്ടായിരുന്നു, എന്തെങ്കിലും അങ്ങനെ അയാളെ പറഞ്ഞോ? അല്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഫോട്ടോ കാണിച്ച് അവര് കണ്ടു എന്ന് പറയുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ നടന്നാണ് ഈ ബീച്ച് ഭാഗത്തേക്ക് പോകുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ നോക്കിയോ? ഈ സ്റ്റേഷനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കണ്ടെത്തില്ല, ഇതുവരെയും കണ്ടില്ല. പുറത്തുണ്ടോ സാറേ CCTV ദൃശ്യങ്ങൾ? പുറത്ത് റോഡിലേക്ക് പുറത്തില് ഉണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. അവിടെ പിന്നെ ലോക്കൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. DSP സാറ് രാവിലെ വന്നിരുന്നു. ഞാൻ DSP സാറ് മഹേഷ് സാർ ഇവിടെ വന്നിരുന്നു. സാറും അവരുടെ ടീമെല്ലാം വെളിയിൽ പരിശോധിക്കുന്നു. ഈ ബീച്ചിലേക്ക് പോലീസ് അങ്ങ് പോയിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ട്. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് സാറേ ബീച്ചിലേക്ക്? ബീച്ചിലേക്ക് റോഡായിട്ട് 1 കിലോമീറ്റർ. കുട്ടിക്ക് നടന്നു പോകാനുള്ള ദൂരം അത്ര. ആ ഭാഗത്തെല്ലാം CCTV ക്യാമറ ഉണ്ടല്ലേ? ആ ഭാഗത്ത് കടയുടെ ക്യാമറകളും അങ്ങനെയുള്ള ക്യാമറകളൊക്കെ കാണും. ഇല്ല. അതായത് ഈ കുട്ടി ഇന്നലെ വൈകിട്ട് വന്ന ശേഷം റെയിൽവേ സ്റ്റേഷൻ തന്നെ നിൽക്കുകയായിരുന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഇല്ല, റെയിൽവേ സ്റ്റേഷനിലില്ലായിരുന്നു. പിന്നെ എങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ രാവിലെ ഈ 5:30 ഈ ട്രെയിൻ രാവിലെ വന്നതാണ്. ചെന്നൈയിൽ നിന്ന് കന്യാകുമാരിക്ക് വന്ന ട്രെയിനാണ്. അങ്ങനെ കണ്ടുവെങ്കിൽ ചിലപ്പോൾ ഈ ട്രെയിനിൽ വന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ CCTV നോക്കുന്നുണ്ട്. അതായത് ഈ കുട്ടി കന്യാകുമാരി ട്രെയിൻ വന്ന ശേഷം പിന്നീട് പുറത്തുപോയി തിരിച്ചു വന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ സ്റ്റേഷൻ പരിസരത്ത് ആരും കണ്ടിട്ടില്ല. സ്റ്റേഷന് വെളിയിലാണ്, റോഡ് സൈഡിലാണ് കണ്ടുവന്ന ആട്ടോക്കാർ പറയുന്നത്. ഒരു വ്യക്തതയ്ക്ക് ഇന്നലെ ഇപ്പൊ കേരള പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് 12 മണി കുട്ടി ട്രെയിൻ കയറി ഐലൻഡ് എക്സ്പ്രസിൽ ഇന്നലെ 3:30 ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് എന്തെങ്കിലും CCTV വിഷയം കിട്ടുന്നുണ്ടോ? അല്ല, ഇവിടെ വന്നിട്ടില്ല. നിങ്ങളുടെ നിഗമനം അനുസരിച്ച് രാവിലെ അങ്ങനെ ഇപ്പൊ 5:30 ശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. ഈ രാത്രി കണ്ടില്ല എന്ന് പറയുന്നത് നമ്മൾ രാത്രി തുടർച്ചയായിട്ട് പരിശോധന നടത്താം. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഇന്നലെ കണ്ടിട്ടില്ല. അതായത് വൈകിട്ട് ട്രെയിൻ വന്നതിന് ശേഷം പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു ആ സാധ്യതയില്ല. ഇല്ല, രാത്രി ഫുള്ളായിട്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ റോന്തിയാണ്. കാരണം ഏരിയ കുറച്ചായതുകൊണ്ട് ഇവിടെ വെയിറ്റിംഗ് റൂം ഇവിടെ എല്ലാം നോക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ കന്യാകുമാരി ട്രെയിൻ തന്നെയല്ലേ കുട്ടി വന്നിരിക്കുന്നത് ഇവിടെ? അത് അറിയാൻ പാടില്ല, ഏതിലാണ് വന്നതെന്ന് അറിയാൻ പാടില്ല. ഈ ട്രെയിൻ വന്ന സമയത്ത് വെളിയിൽ കണ്ടു എന്നാണ് ആട്ടോക്കാർ പറയുന്നത്. ശരി, ഏതായാലും ബീച്ചിന് സമീപം കണ്ടുവെന്നുള്ള ഏറ്റവും പുതിയ വിവരം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ 1 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ചിലേക്കുള്ളത്. നടന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം. ബാഗുണ്ട്. എന്തായാലും അവിടെ ആളുകൾ തിരിച്ചറിയും. അവിടെ പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എൽദോ, രണ്ട് കാര്യം, അതായത് ഒന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ബീച്ച് പരിസരത്തേക്കാണ് ആ കുഞ്ഞ് പോയത്. ബീച്ചിന്റെ അവിടെ കണ്ടു എന്നും ആളുകൾ പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും ആ കന്യാകുമാരി പ്രദേശത്ത് തന്നെ കുഞ്ഞുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ബീച്ചിലേക്ക്, ബീച്ച് പരിസരത്ത്. അപ്പോൾ നടന്നു പോകാനുള്ള സാഹചര്യമേ ഉള്ളൂ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായും കുഞ്ഞ് കൂടുതൽ ദൂരമൊന്നും പോയിട്ടുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ ഉടുപ്പ് തന്നെയാണ് ആ കുഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇത് പഴയ ചിത്രമാണ്. പക്ഷെ ഇതിൽ നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നു. മറ്റേതിൽ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ്. വീട്ടിൽ നിന്ന രീതിയിൽ നമുക്കൊരു ആ ഡ്രസ്സ് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഒപ്പം കരഞ്ഞു, അതാണ് അവിടെ ശ്രദ്ധിച്ചത്. ഒരുപക്ഷെ മുഖത്തൊക്കെ സന്തോഷമായിട്ടിരിക്കുമായിരുന്നെങ്കിൽ ശ്രദ്ധിക്കില്ലായിരുന്നു ബബിത. ഇത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ദൂരേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ വഴക്ക് പറഞ്ഞതിന്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. മുഖത്തുണ്ട് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട്. എന്തായാലും അരമണിക്കൂറിനകത്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുഞ്ഞിലേക്ക് എത്തും, ഉറപ്പാണ്. തസ്മിക്ക് എവിടെയെന്നുള്ള ചോദ്യം എന്തായാലും കന്യാകുമാരിയിലുണ്ട്. കന്യാകുമാരി പരിസരത്ത് ഇപ്പോൾ എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരിക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അപ്പൊ പോലീസ് ഒട്ടൻ തന്നെ തസ്മിക്കിലേക്ക് എത്തും അല്ലേ?
എന്നുള്ള പ്രതീക്ഷ വെക്കുന്നു. അസം സ്വദേശികളാണ് മാതാപിതാക്കൾ. അവർ വളരെ റീസെന്റ് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ സ്കൂളിൽ ചേർത്തതും ഒക്കെ. ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യുന്നവരാണ് രണ്ടുപേരും. അവരുടെ ഒരു സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹിച്ചായിരിക്കും അവിടെ വന്ന് താമസിച്ചത് എന്നാണ് നേരത്തെ MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവിടെ അങ്ങനത്തെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കാം അവിടെ താമസിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള രക്ഷിതാക്കളാണ്. നമുക്ക് സാധാരണ നമ്മൾ എപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഴിയെ തന്നെ ഇവരെയും കൊണ്ടുപോകുന്ന റോഡിലൊക്കെ കച്ചവടം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയൊക്കെ സ്കൂളിൽ ചേർക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. ഈ കുട്ടി ഉടനെ തന്നെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. കേരള പോലീസ് അവിടെ തെരച്ചിൽ നടത്തുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കന്യാകുമാരി ബീച്ചിന് സമീപത്ത് കുട്ടിയുണ്ട് എന്നുള്ളതാണ്. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ അല്ലെ അവിടെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയി തിരഞ്ഞാൽ, അല്ലെ പോലീസ് മാത്രം തിരയാതെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ കുട്ടിയെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കും.